വെൽക്കം ടു ഐനസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മൾ ഇന്ന് വെറും 5 minutes കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രിസ്പി സ്നാക്സിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. നമുക്ക് വേഗം നമ്മൾ റെഡിയാക്കി എടുക്കാം. അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മുടെ ഈസി സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് വെറും 4 ബ്രെഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നൈഫ് യൂസ് ചെയ്താലും മതി. നമുക്കിതൊന്ന് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ബ്രെഡ് 3 പീസാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ 4 ബ്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബ്രെഡിന്റെ അളവ് വെച്ചിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ബ്രെഡ് എടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടിക്കൊടുക്കുക. അപ്പൊ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് ഒറിഗാനോ പൊടിച്ചതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് നമ്മൾ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പീസ് ബ്രെഡും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗ് മിക്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഡിപ്പ് ചെയ്ത് കൊടുത്ത് ഒരുപാട് ഡിപ്പ് ആക്കി എടുക്കരുത്, കാരണം ബ്രെഡാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാ ബ്രെഡ് പീസസും നമുക്ക് ഇതുപോലെ എഗ് മിക്സിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതെല്ലാം നമ്മൾ കോട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തിളച്ച എണ്ണയിലേക്ക് ഇട്ടതൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ബ്രെഡാണ്. അപ്പൊ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ സോസിൽ മുക്കിയാണ് കഴിക്കുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴും കുട്ടികൾക്ക് ചായക്കൊപ്പം കൊണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവർ ബൈ.